മഴ അങ്ങോട്ട് 2 ദിവസം മാറിയതോടെ ഉണ്ടല്ലോ നല്ല വെയിലും നല്ല ചൂടുമായിട്ടാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉണ്ടല്ലോ തൃശ്ശൂരാണ്. തൃശ്ശൂർ ശക്തൻ നഗറിലെ ആകാശപാത താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിക്ക് മുന്നേ ഈ ആകാശപാതയിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്ന് വന്നപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ സ്റ്റെയർ കേസൊക്കെ കയറിയാണ് പോയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലിഫ്റ്റിൽ കയറി മേലേക്ക് ആകാശപാതയിലേക്ക് കയറാൻ പോവുകയുണ്ടോ. ഇപ്പോൾ ശരിക്ക് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ആകാശപാത. ഈ സമയത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറിയാണ്. ലിഫ്റ്റ് ശരിക്ക് ചുറ്റും നമുക്ക് കാണാം കേട്ടോ. ഇതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ചുറ്റും ഈ ഗ്ലാസ്സിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയൊക്കെയുണ്ട്. മേലേക്ക് എത്തിയിട്ട് നല്ല തണുവുണ്ട് കേട്ടോ. തണുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ കൂളറോ എന്തൊക്കെ വെച്ചിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റടിച്ചിട്ട് നല്ല കൂളിംഗ് ഉണ്ട്. ഞാനപ്പോൾ അന്ന് വന്നപ്പോൾ കയറിയിരുന്നത് ഈ പടികൾ ചവിട്ടിയാണ് കയറിയിരുന്നത്. ഈ പടികൾ ചവിട്ടിയും കയറാം, അതേപോലെ തന്നെ നമുക്ക് ഈ ലിഫ്റ്റിലൂടെയും കയറാം കേട്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. താഴേട്ടൊക്കെ നോക്കി ആ ഗ്ലാസ്സിലൂടെ താഴേക്കൊക്കെ നോക്കി ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടല്ലേ. ഞാൻ ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് നല്ല രസമായിരിക്കും. കാരണം എന്താണെന്ന് അറിയൂ, നല്ല തണുവുണ്ട്. ആ ചൂട് സമയത്തൊക്കെ ഈ തൃശ്ശൂർ ടൗണിലൊക്കെ വരുമ്പോൾ ഒന്ന് കുറച്ച് നേരമൊക്കെ നമുക്ക് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പുലിക്കളി കാണാൻ വേണ്ടി വന്നൊരു സമയം കേട്ടോ. അതിൻ്റെ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം ഇതിനകത്ത് കയറി നിൽക്കാമെന്ന് കരുതിയത്. നമ്മളുടെ തൃശ്ശൂരിലുള്ള ഈ ആകാശപാത കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ആകാശപാതയുണ്ടാവും. 279 മീറ്റർ ചുറ്റളവാട്ടോ ഈ ആകാശപാത. മീൻ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും എക്സിബിഷൻ മൈതാനമൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഈ പാതയിൽ കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട് ഈ ചീറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ പോകാതെ ഈ പാതയിലൂടെ നടന്ന് നമുക്ക് എളുപ്പത്തിന് ഇവിടെ എത്താട്ടോ. ഞാനിപ്പോൾ കുറച്ച് സമയം ഇതിനകത്ത് കറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ നേരെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോഴേക്കും പുലിക്കളിക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു.